നമസ്കാരം കൂട്ടുകാരെ. 2024 കൊല്ലം കണ്ണൂർ പരീക്ഷയുടെ അവലോകനമൊക്കെ നമ്മൾ ഓൾറെഡി നടത്തിയിരിക്കുകയാണ്. ആ ഒരു വീഡിയോയിൽ എനിക്ക് പറയാൻ സാധിക്കാതെ പോയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, തിരുവനന്തപുരം LDC പരീക്ഷ കഴിഞ്ഞ ഉടനെ പല പ്രമുഖ PSC റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലുകളും ടെലഗ്രാം ചാനലുകളും ഒക്കെ തിരുവനന്തപുരം പരീക്ഷയുടെ റിലേറ്റഡ് ഫാക്ട്സിൻ്റെ PDF, അതിൻ്റെ ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ചധികം ക്ലാസ്സുകളും PDF-കളും ഒക്കെ കൊടുക്കുകയുണ്ടായി. ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ കൊല്ലം കണ്ണൂർ പരീക്ഷയിൽ നല്ല മാർക്ക് നേടാൻ സാധിക്കും എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് അവരെന്ത് ചെയ്തു, ആ ഭാഗങ്ങൾ മാത്രം നല്ലവണ്ണം റിവൈസ് ചെയ്തിട്ട് പോയി. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ പരീക്ഷയിൽ സംഭവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആ തിരുവനന്തപുരം LDC പരീക്ഷയുടെ ചോദ്യപേപ്പറുമായിട്ട് അങ്ങനെ അടുത്ത ബന്ധങ്ങളൊന്നുമില്ലാത്ത ഒരല്പം കൂടി ടഫ്നെസ് കൂടിയ ഒരു ചോദ്യപേപ്പറായിരുന്നു കൊല്ലം കണ്ണൂർ ഉദ്യോഗാർത്ഥികളെ കാത്തിരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ റിവിഷൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങൾ ഈ ഒരു തെറ്റായ ക്ലാസ്സുകൾ കാണുകയും തെറ്റായ PDF-കൾ പഠിക്കുകയും ചെയ്തത് വഴി അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം. ആ നഷ്ടപ്പെട്ടു പോയ സമയം അവർക്കുണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അവർക്ക് ഇതിലും ഇപ്പോൾ നേടിയ മാർക്കിനെക്കാട്ടിലും കുറച്ചുകൂടി മാർക്ക് നേടാനായിട്ട് സാധിക്കുമായിരുന്നു. കുറേ പേരുടെയൊക്കെ റാങ്ക് ലിസ്റ്റിലെ കടന്നുകൂടേണ്ടിയിരുന്ന ആ ഒരു ലെവലിൽ നിന്ന് അവരെ താഴേക്ക് വലിച്ച് ഇട്ടത് ഈ രീതിയിൽ തെറ്റായ ഒരു ക്ലാസ് അല്ലെങ്കിൽ തെറ്റായ PDF, അവർക്ക് തെറ്റായ ബോധ്യം കൊടുത്ത് അവരെ തെറ്റിദ്ധരിപ്പിച്ച് പറ്റിച്ചു എന്ന് തന്നെ പറയണം. അങ്ങനെ പറ്റിച്ചത് കൊണ്ടാണ് ശരിക്കും ആ ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ ശരിക്കും ഈ ഒരു അവസ്ഥയിൽ ആവാൻ കാരണമായത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനി വരുന്ന പരീക്ഷകൾ, പ്രത്യേകിച്ച് ഇനി 31-ാം തീയതി നടക്കാൻ പോകുന്ന പത്തനംതിട്ട, കാസർഗോഡ്, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലകളുടെ പരീക്ഷയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ആ പരീക്ഷകൾ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ, അവരോടാണ് എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്. അവർ ശ്രദ്ധിക്കുക. ഇതിനോടകം തന്നെ പലരും ഇറങ്ങിയിട്ടുണ്ട്. കണ്ണൂർ, കൊല്ലം ജില്ലകളുടെ പരീക്ഷാ പേപ്പറിലെ ഓരോ ചോദ്യങ്ങളും ഏത് ഭാഗത്തു നിന്നാണ് വന്നത്, അതിൻ്റെ മെറ്റീരിയൽ ഏതാണ്, ആ മെറ്റീരിയലിൽ എവിടെയാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി നിങ്ങൾക്ക് ആ മെറ്റീരിയൽ ഒന്നും വായിച്ച് പഠിച്ച് നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതാനുള്ള സമയമില്ല. ഇനിയുള്ളത് കുറച്ച് റിവിഷൻ ചെയ്യാനുള്ള സമയം മാത്രമാണ്. ആ സമയം നിങ്ങൾ ഈ രീതിയിൽ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ പാഴാക്കി കളയരുത്. പ്രധാനമായും നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാനും അതിലെന്തെങ്കിലുമൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർത്തെടുക്കാനുമുള്ള സമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അല്ലാതെ ആരെങ്കിലും വന്നിട്ട് പറയുകയാണ് ഈ ഒരു പോർഷൻസ് ഒക്കെ പഠിച്ചാൽ ഇതിനകത്തിൽ നിന്ന് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് കിട്ടും, അതിന് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും തെറ്റായ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വീണു പോകരുത് എന്നാണ് നിങ്ങൾക്ക് ഈ നിമിഷം തരാനുള്ള ഉപദേശം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉള്ള സമയം കളയാതെ നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാനും ഏതെങ്കിലുമൊക്കെ പോർഷൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് പോകാനും മാത്രം ഉപയോഗിക്കുക. ഇങ്ങനെ തെറ്റായ വാഗ്ദാനങ്ങൾ തരുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ ഒഴിവാക്കാനും നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു കൊല്ലം കണ്ണൂർ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ തിരുവനന്തപുരം ആ പരീക്ഷ പേപ്പറിൻ്റെ ആ ഒരു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനെടുത്ത ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഞാൻ നൽകിയ PDF ഒക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിക്കാൻ വേണ്ടി മാത്രം തന്നതാണ്. അല്ലാതെ അതിൽ നിന്നും പഠിക്കാനൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ എക്സ്പ്ലനേഷനുമായിട്ടൊക്കെ ഇപ്പോൾ പലരും കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവരവരുടെ എന്തെങ്കിലുമൊക്കെ താൽക്കാലികമായ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള തെറ്റായ ആളുകളെ അവരെ മനസ്സിലാക്കി ഒഴിവാക്കി നിങ്ങൾക്ക് എന്താണോ പഠിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ ഇനി ഒന്നുകൂടി പഠിക്കാൻ വേണ്ടിയുള്ളത് ആ പോർഷൻസ് ഒക്കെ പഠിച്ച് ക്ലിയർ ആക്കി പരീക്ഷയെ സന്തോഷത്തോടു കൂടി നേരിടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ചാനലിലെ കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.